ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. അപ്പൊ പലർക്കുള്ള ഒരു ഡൗട്ട് ആയിരിക്കും ഇത് എടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ടിന് എന്താണ് വ്യത്യാസമുള്ളത് എന്നൊക്കെ. സോ ദിസ് ഈസ് ഡേ 4 ഓഫ് വെയിറ്റ് ലോസ് സീരീസ്. ഇത് ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു മാജിക് മെത്തേഡ് ഒന്നല്ല. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈറ്റിംഗ് ടൈം റെസ്ട്രിക്ട് ചെയ്തിട്ട് കലോറി കൺട്രോൾ ചെയ്യുന്നതിനെയാണ്. അതായത് ഒരു 16 അവേഴ്സ് ഫാസ്റ്റിംഗ് എടുത്തിട്ട് 8 അവേഴ്സ് ഭക്ഷണം കഴിക്കുന്നത്. ചിലവർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതായത് കലോറി ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും ഇത് സൂട്ടബിൾ ആവണം എന്നില്ല. ഓവർ ഈറ്റിംഗ്, ടയർഡ്നെസ്, വീക്ക്നെസ്, അസിഡിറ്റി പോലത്തെ ഇഷ്യൂസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഫാറ്റ് ലോസിന് വേണ്ടത് ടോട്ടൽ കലോറി കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എടുത്തിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു ലോ കാലോറി ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്താലും നിങ്ങൾക്ക് ഇതിന്റെ സെയിം റിസൾട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് മെത്തേഡിലല്ല കാര്യം, കൺസിസ്റ്റൻസിയിലാണ്. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് സൂട്ടബിൾ ആവുന്ന ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്.